السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ തെളിവുകളിലൂടെ മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി മുറുകെ പിടിക്കുകയും ദീനിനെതിരായ കുഫറിനെ സമ്പൂർണമായി തമസ്കരിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. ഷിയാക്കളെന്നറിയപ്പെടുന്ന പിഴച്ച ജനത അഹ്ലുസുന്നയുടെ നാടുകളിലേക്കും അവരുടെ വിശ്വാസങ്ങളിലേക്കും എങ്ങനെയാണ് കടന്നു കയറിയത് എന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ മനസ്സിലാക്കി. ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് അതീവ ഗൗരവമേറിയ ഒരു സംഗതി കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, നബിയെ നീ പറയണം, നിനക്ക് നിന്റെ കൽബിലേക്ക് വഹി എത്തിച്ചു തന്നത് ആ ജിബ്രീലാണ്. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ച എല്ലാ കിതാബുകളെയും, നിനക്ക് മുമ്പുള്ള തനിക്ക് മുമ്പുള്ള എല്ലാ കിതാബിനെയും, ഖുർആനിന് മുമ്പുള്ള എല്ലാ കിതാബുകളെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിനെ മുഹമ്മദ് നബിക്ക് എത്തിച്ചത്. വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് സന്മാർഗവും സന്തോഷവർത്തമാനവുമാണ്. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാൽ, ആരെങ്കിലും അള്ളാഹുവോടും റസൂലിനോടും മലക്കുകളോടും ജിബ്രീലിനോടും മീകായിലിനോടും പ്രത്യേകിച്ചും ശത്രുത പുലർത്തിയാൽ ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, അങ്ങനെ ശത്രുത പുലർത്തുന്ന കാഫിറുകൾക്ക് അള്ളാഹു ശത്രുവാണ്. അപ്പൊ ജിബ്രീൽ ശത്രുവാണ് എന്ന് പറയുന്നവരുടെ ശത്രു അള്ളാഹുവാണ് എന്നാണ് സൂറത്തുൽ ബഖറയിലെ 97-98 ആയത്തുകളിൽ കാണുന്നത്. യഹൂദികൾ ജിബ്രീലിന്റെ ശത്രുവാണ്. കാരണം ഇസ്രായേലി പരമ്പരയിലെ ഏതോ ഒരു വ്യക്തിയിൽ മാത്രം കടന്നു വരേണ്ടിയിരുന്ന നുബുവത്ത് അഥവാ റിസാലത്ത് അത് ഇസ്മായിലിയായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് വഴിതെറ്റിച്ച് എത്തിച്ചു കൊടുത്തു എന്നാണ് ആര് വിശ്വസിക്കുന്നത്? യഹൂദികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് യഹൂദികളുടെ ഒന്നാമത്തെ ശത്രു അള്ളാഹുവാണ്. മുസ്ലിങ്ങളോട് ഏറ്റവും കഠിനമായ ശത്രുത, അശദ്ദു അദാവത്ത് വെച്ചു പുലർത്തുന്നവരും യഹൂദികളാണ്. ഇനി ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരും അങ്ങനെ തന്നെ. അവർ അലി റളിയല്ലാഹു അൻഹുവിന് എത്തിച്ചു കൊടുക്കേണ്ടിയിരുന്ന വഹി ഖുർആൻ അത് മാറി വഴിതെറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. വഹി കിട്ടേണ്ടതുപോലും യഥാർത്ഥ ഖുർആൻ അവതരിപ്പിക്കപ്പെടേണ്ടതുപോലും അത് അലി റളിയല്ലാഹുവിനാണ് എന്ന് വിശ്വസിക്കുക വഴി യഹൂദ പാരമ്പര്യമാണ് അവർക്കുള്ളത് എന്ന് കാണാൻ സാധിക്കും. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആല് ദാവൂദിന്റെ ഭരണം സ്ഥാപിക്കും, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കും എന്നതാണ് അവരുടെ പ്രതിജ്ഞ. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളവും ഇസ്ലാമിക ഭരണമല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബിയുടെ ഭരണവുമല്ല, മറിച്ച് ആല് ദാവൂദിന്റെ ഭരണം തന്നെ സ്ഥാപിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്.
യഹൂദികൾ ലോകാവസാനത്തിൽ ഒരു ആന്റിക്രിസ്തു വരും, ആന്റി ക്രൈസ്റ്റ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ വേറെ ആരുമല്ല, ദജ്ജാലാണ്. ദജ്ജാൽ വരും. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ 10 അടയാളങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്ന അടയാളങ്ങളിൽ ഒന്നാണ് ദജ്ജാലിന്റെ ആഗമനം. ദജ്ജാൽ ഇപ്പോൾ ഭൂമിയിൽ എവിടെയോ ഉണ്ട്. എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത് അവിടുന്ന് ദജ്ജാൽ പുറത്തു വരും. ദജ്ജാൽ പുറത്തു വന്നാൽ യഹൂദികളെ ഒരുമിച്ച് കൂട്ടും. യഹൂദ രാഷ്ട്രത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തും. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന്, ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുള്ള അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ പേരായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദില്ല. അങ്ങനെ പേരുള്ള ഒരു ഭരണാധികാരി വരും. അതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്ന അൽ മഹ്ദി. അതെവിടെയും ഒളിഞ്ഞിരിക്കുന്ന ആളല്ല. ഒരു രാഷ്ട്രം നയിക്കാൻ തക്കവണ്ണം ഒരു ഇസ്ലാമിക രാജ്യത്ത് ജനിക്കുന്ന ഒരു വ്യക്തിയാണ്, നബി കുടുംബത്തിൽപ്പെട്ടയാളുമാണ് യഥാർത്ഥ മഹ്ദി. അദ്ദേഹം പിറക്കുകയും ഇന്ന് ചിതറിക്കിടക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുകയും അങ്ങനെ വലിയ സേനയെ ഉണ്ടാക്കി ദജ്ജാലിന്റെ നേതൃത്വത്തിൽ വരുന്ന ആ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ആത്യന്തിക ലക്ഷ്യവുമായി കടന്നു വരുന്ന മുഴുവൻ പടയാളികളെയും മുഴുവൻ യഹൂദികളെയും തകർക്കാനുള്ള പോരാട്ടത്തിൽ സൈന്യത്തെ ഒരുക്കുകയും ചെയ്യും. ആ സൈന്യത്തിലേക്കാണ് ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നത്. അതും ലോകാവസാനത്തിന്റെ അവസാനത്തെ 10 അടയാളങ്ങളിൽ ഒന്നാണ് ഈസാ അലൈഹി ഇസ്ലാം വരുന്നത്. ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ വലിയ അടയാളങ്ങൾ, ആ അടയാളങ്ങളിൽ ഒന്നാമത്തേത് ഈ മഹദിയുടെ വരവാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ചില പണ്ഡിതന്മാരുമുണ്ട്. ഏതായിരുന്നാലും വലിയ അടയാളങ്ങൾക്ക് മുമ്പുള്ള അടയാളങ്ങളിൽ, ചെറിയ അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തെ അടയാളം ഏതായിരുന്നാലും മഹദിയുടെ ആഗമനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ദജ്ജാലിന്റെ നേതൃത്വത്തിൽ വരുന്ന സൈന്യത്തെ മഹദിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം നേരിടുകയും ഈസാ അലൈഹി ഇസ്ലാം ആ സൈന്യത്തിൽ ഒരു അംഗമായിരിക്കുകയും ഈസാ അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മഹദിയുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് ദജ്ജാലിനെ കൊന്നുകളയുകയും ചെയ്യും എന്നുള്ളത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. എന്നാൽ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്ന മഹ്ദി മുൻതളർ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചാൽ അത് ദജ്ജാലാണ്. ദജ്ജാലിൽ വിശ്വസിക്കുന്നവരാണ് മുഹറം മാസത്തിൽ കറുപ്പെടുത്ത് നടക്കുന്ന ഷിയാക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാണ്. മഹ്ദി മുൻതളർ എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയോ പതുങ്ങി വസിക്കുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദജ്ജാലിനെ കുറിച്ച് ഹദീസുകൾ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ദജ്ജാൽ വന്നാൽ ആല് ദാവൂദിന് ഭരണം സ്ഥാപിക്കാൻ യഹൂദികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നാണ് പഠിപ്പിച്ചത്. മഹ്ദി മുൻതളർ രംഗത്ത് വന്നാൽ ആ മഹ്ദി മുൻതളർ എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള അറബികളെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളെയും അഹ്ലുസുന്നയെയും മുഴുവൻ കൊന്നൊടുക്കി അവർ വിശ്വസിക്കുന്ന ശീകളുണ്ടല്ലോ, അഥവാ യഹൂദികൾ, ആ യഹൂദികളായ ആളുകൾക്ക് ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ഏർപ്പാടുണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഷിയാക്കൾ അവരുടെ ഈ മഹ്ദി മുൻതളറിനെ വിളിക്കുന്ന പേര് അൽ ഖായിം എന്നാണ്. ഖായിം, അവരുടെ ഖായിം ആരാണ്? അല്ലെങ്കിൽ മഹ്ദി മുൻതളർ ആരാണ്? ഞാൻ പറഞ്ഞു, സൂക്ഷ്മ പഠനത്തിലെ ദജ്ജാലാണെന്ന് കാണാൻ സാധിക്കും. കാരണം എന്താ? തങ്ങളുടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മഹ്ദി വന്നാൽ, ഈ മഹ്ദി മുൻതളർ വന്നാൽ, ഖായിം വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രവർത്തിക്കുക എന്ന് ഷിഈ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണ് ഷിയാക്കളൊന്നുമില്ലാത്ത കേരള നാട്ടിൽ നമ്മൾ ഷിയാക്കളെ സംബന്ധിച്ച് കുറച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പല സഹോദരങ്ങളും വളരെ താല്പര്യത്തോടു കൂടി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം കൂടി നമുക്ക് ഇവിടെ കിട്ടും. ഒന്നാമതായി, ഈ ഷിഈകൾ ഭരണമേറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ വാൾ പതിക്കുന്നത് അറബികളിലാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, അഹ്ലുസുന്നയാണ്. അഹ്ലുസുന്നയാണ്. ഷീ നേതാവായ അവരുടെ ഇമാമുകളിൽ പ്രമുഖനായ മജ്ലസി അദ്ദേഹത്തിന്റെ ബിഹാറുൽ അൻവാർ എന്ന കൃതിയിൽ എഴുതി, അന്നൽ മുൻതളറ യസീറു ഫിൽ അറബ്, ഈ മഹ്ദി മുൻതളർ അറബികളിലൂടെ സഞ്ചരിക്കും. ബിമാ ഫിൽ ജഫർ അൽ അഹ്മർ, ചുവന്ന ജഫർ എന്നറിയപ്പെടുന്ന ആ ഒരു കൃതിയിൽ ഞാൻ പറഞ്ഞു, ഖുർആനിന് പുറമെ മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ കൂടി അള്ളാഹുവിൽ നിന്ന് വഹിയായി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ആ വഹി ഇമാമുകൾക്കാണ് വന്നിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ എന്ന് ഞാൻ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാണ് ജഫറുൽ അഹ്മർ. അത് ചുവന്ന താളുകൾ. ആ താളുകളിൽ ഈ വിവരമുണ്ട്, വഹുവ ഖതലഹും, ഈ മഹ്ദി മുൻതളർ വന്നാൽ അറബികളെ മുഴുവൻ കൊന്നൊടുക്കും. ബിഹാർ അൻവാറിന്റെ 52-ാം വോള്യം 318-ാം പേജ്, ബൃഹത്തായ ഒരു കൃതിയാണ്. അതേ കൃതിയിൽ കാണാം 349-ാമത്തെ പേജിൽ, മാ ബഖിയ ബൈനനാ വ ബൈനൽ അറബി ഇല്ല ദബ്ഹു, നമുക്കും അറബികൾക്കുമിടയിൽ അറുകൊല ചെയ്യുക എന്നതല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. വീണ്ടും അതേ കിതാബിൽ കാണാം 333-ാമത്തെ പേജിൽ, ഇത്തഖിൽ അറബ, അറബികളെ സൂക്ഷിക്കണം, ഫഇന്ന ലഹും ഖബറു സൂ, അറബികൾക്കുള്ളത് മോശം വാർത്തയാണ്. അമ്മാ ഇന്നഹു ലം യഖ്റുജ് മഅൽ ഖായിമി മിൻഹും വാഹിദ്,
ഖായിം വന്നാൽ, മഹ്ദി മുൻതദർ വന്നാൽ ഒരറബിയും അയാളുടെ കൂടെ അണിചേരുകയില്ല. അറബികളൊക്കെ ഖായിമിനെതിരെ എന്ന് പറഞ്ഞാൽ ദജ്ജാലിനെതിരെ. ദജ്ജാലിന്റെ കൂടെ ആരുണ്ടാവില്ല എന്നാണ് ഷിയാക്കൾ അവരുടെ കൃതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ദജ്ജാലിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷിയാക്കളിൽ തന്നെ പലരും അറബ് വംശജരാണ്. എന്തിന്? അലി റളിയല്ലാഹു അൻഹു അറബിയാണ്, ഇമാമുകളൊക്കെ അറബി വംശത്തിൽപ്പെട്ടവരാണ്. എന്നിട്ടും അവർ പറയുന്നു അറബ് വംശജരെ മുഴുവൻ ഞങ്ങൾ കൊന്നൊടുക്കുമെന്ന്. അതിന്റെ അർത്ഥം യഹൂദികൾക്ക് വേണ്ടിയാണ് ഷിയാക്കൾ സംസാരിക്കുന്നത്. പലപ്പോഴും യഹൂദികൾക്കെതിരെ ഷിയാക്കൾ യുദ്ധാരവം മുഴക്കുകയും പ്രത്യക്ഷത്തിൽ അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുകയും അങ്ങനെ യഹൂദികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെയും അറബികളെയും ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്നതിൽ നമ്മൾ വഞ്ചിതരായി പോകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാടകമാണ്, അത് നാടകമാണ്. യഹൂദികളും ഷിയാക്കളും തമ്മിലുള്ള പോരാട്ടം, ഷിയാക്കൾ മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷകരാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ആധിപത്യം തങ്ങളുടെ കയ്യിൽ വരാനും പിന്നീട് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ യഹൂദികൾക്കെതിരാണ് എന്ന കള്ളം മനസ്സിലും രഹസ്യമായും യഹൂദികളോട് മാത്രം ചേർന്ന് വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ലക്ഷ്യത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഷിയാക്കൾ യഥാർത്ഥത്തിൽ അവരുടെ അജണ്ട യഹൂദികൾക്കൊപ്പമാണ്. യഹൂദികൾക്കെതിരായിട്ടുള്ള ഇസ്ലാമിനെതിരാണ്, അഹ്ലുസുന്നയ്ക്ക് എതിരാണ് അവരുടെ രീതി. എത്രത്തോളം എന്നാൽ മജ്‌ലിസി ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഹലസഹു മിനന്നാർ, അല്ലാഹു അയാളെ കിസ്റ എന്ന് പറയുന്ന രാജാവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. കിസ്റ ആരാ? യഹൂദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സ്വഹാബികളുടെ നേതൃത്വത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലത്തും അതിനെ തുടർന്നും കിസ്റയുടെ ഭരണത്തെ അടിസ്ഥാനപരമായി തന്നെ മുച്ചൂടും ഇല്ലായ്മ ചെയ്തു. അതെല്ലാം ഇസ്ലാമിലേക്ക് വന്നു. അതിന് പ്രതികാരം ചെയ്യുക എന്ന പ്രവർത്തനവുമായിട്ടാണ് യഹൂദികൾ പല വേഷത്തിൽ വരുന്നത്. യഹൂദികളുടെ വേഷങ്ങളിൽ ഒന്ന് മാത്രമാണ് ഷിയത്ത് എന്ന് പറയുന്നത്. കിസ്റ എന്ന് പറയുന്ന യഹൂദി രാജാവ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ഷിയാക്കൾ. അല്ലെ, ഈ ഷിയാക്കൾ അവരുടെ കൃതിയിൽ എഴുതി വച്ചിരിക്കുന്നു. ഈ മജ്‌ലിസി തന്നെ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ബിഹാർ അൻവാർ എന്ന കൃതിയിൽ 4-ാം വാള്യം 41-ാമത്തെ പേജിൽ എഴുതി, അല്ലാഹു കിസ്റയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വഇന്നന്നാറ മുഹറമത്തുൻ അലൈഹി, കിസ്റയ്ക്ക് നരകം നിഷിദ്ധമാണ്, നരകം തടയപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അയാൾ യഹൂദിയാണ്, അയാൾ നരകത്തിൽ പതിക്കേണ്ട ആളാണ്. പക്ഷെ അയാൾ യഹൂദി നേതാവായ ഭരണാധികാരിയായ കിസ്റ നരകത്തിൽ നിന്ന് മുക്തനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാളാണ് എന്ന വിശ്വാസം ഷിഈകളുടെ കൃതിയിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അലി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു ഒരു യഹൂദിയെക്കുറിച്ച് അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണെന്ന് പറയാന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മുഅ്മിന് യോജിക്കുന്ന കാര്യമാണോ? ഇത് ഷിയാക്കളുടെ പ്രമുഖ ഗ്രന്ഥങ്ങളിലുണ്ട്. രണ്ടാമതായി അൽ ഖായിം എന്നറിയപ്പെടുന്ന ഈ മഹ്ദി മുൻതദർ വന്നാൽ മസ്ജിദുൽ ഹറാം അയാൾ പൊളിക്കും, മസ്ജിദുൻ നബവി അയാൾ തകർക്കുമെന്നവരുടെ കൃതിയിലുണ്ട്. മജ്‌ലിസിയുടെ ബിഹാർ അൻവാറിൽ 52-338 കാണാം, അന്നൽ ഖായിമ യുഹദ്ദിമുൽ മസ്ജിദൽ ഹറാം ഹത്താ യറുദ്ദഹു ഇലാ അസാസിഹി, മസ്ജിദുൽ ഹറാമിനെ തകർത്ത് അതിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് അതിനെ മടക്കും. വൽ മസ്ജിദുൻ നബവി ഇലാ അസാസിഹി, മസ്ജിദുൻ നബവിയും തകർത്തൊന്നുമില്ലാതാക്കി കളയും. അവരെഴുതി വച്ചിരിക്കുന്നു. ഇമാം തൂസിയുടെ അൽ ഗൈബത്ത്, അതായത് ഇന്ന് ഇവിടെ ദജ്ജാലില്ല, അല്ലെങ്കിൽ മഹ്ദി മുൻതദർ ഇല്ല, അദ്ദേഹത്തിന്റെ ഗൈബത്ത് കാലമാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് അദൃശ്യമായി നിൽക്കുന്ന കാലമാണ്. ഈ ഗൈബത്ത് കഴിഞ്ഞാൽ മഹ്ദി വരും. മഹ്ദി വന്നാൽ മസ്ജിദുൽ ഹറാമിനെ പൊളിക്കും, മസ്ജിദുൻ നബവിയെ തകർക്കും എന്നാണ് അവർ എഴുതുന്നത്. അന്ന അവ്വല മാ യബ്ദഉ ബിഹിൽ ഖായിം യുഖ്രിജു ഹാദൈനി, ഈ രണ്ടാളുകൾ അഥവാ അബൂബക്കറിനെയും ഉമറിനെയും ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അടുത്തതായി പറയുന്നു റത്ബൈനി ഗല്ലൈനി, പുതുതായും പച്ചയായും അവർ കൊണ്ടുവരും. ശരിയായ രൂപത്തിൽ ആ മാംസത്തോടുകൂടി ജീവനോടുകൂടി എടുത്തുകൊണ്ടുവന്ന് അവരെ കരിച്ചു കളഞ്ഞു. വയുദിരീഹിമ, ആ രണ്ടുപേരെയും പറത്തിക്കളയും. ഫിരീഹി, കാറ്റിൽ പറത്തും. എന്നിട്ട് വയക്സിറുൽ മസ്ജിദ്, മസ്ജിദുൻ നബവി പൊളിച്ചു കളയും. മസ്ജിദ് നബവി പൊളിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള മഖ്ബറകളിൽ നിന്ന്, മസ്ജിദ് നബവിയിൽ നിന്ന് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പുറത്തെടുക്കും, അതേപോലെ ഉമർ റളിയല്ലാഹുവിന്റെ മയ്യത്ത് പുറത്തെടുക്കും. എന്നിട്ട് അത് കത്തിച്ചു കളഞ്ഞിട്ട് തീ കാറ്റിൽ പറത്തിക്കളയും. എന്നിട്ട് അവരവിടെ മുഹമ്മദ് നബിയുടെ ഖബർ മാത്രം നിലനിർത്തും ആ മസ്ജിദിന്റെ അരികിൽ. ഇതാണ് അവരുടെ കിതാബുകളിൽ. ഇതേ മജ്‌ലിസിയുടെ ബിഹാറിൽ 352-ാം വോള്യം 386-ാമത്തെ പേജിൽ എഴുതി വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഷിയാക്കൾക്ക് കഅബയല്ല പ്രധാനം, ഷിയാക്കൾക്ക് പ്രധാനം കർബലയാണ്. കർബുൻ വബല. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീര രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ഷഹാദത്തായിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലം കഅബയേക്കാൾ പ്രധാനമാണ്. ഒരാൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ജാറം സന്ദർശിക്കുകയും
അവിടെ ആ ജാറത്തെ ഒരു തവണ തവാഫ് ചെയ്യുകയും ചെയ്താൽ 70 ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്നാണ്. ഇപ്പൊ കഅബക്കും ഹജ്ജിനും ഇല്ലാത്ത പ്രതിഫലമാണ് ഒരു നേരം ഈ ബാഗ്ദാദിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിലേക്ക് ചെന്നാൽ കിട്ടുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കർബലയുടെ ജാറം ഒരു തവണ തവാഫ് ചെയ്താൽ 70 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്നവരുടെ കിതാബിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ തകർക്കുന്നിട്ട് ഹജർ അസ്വദ് അവർ അതിൽ നിന്ന് എടുക്കും. ഹജർ അസ്വദ് എടുത്ത് കൂഫയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവരുടെ ഈ ആരാധനാ സ്ഥാനത്ത് അവർ സ്ഥാപിക്കും. ഈ കർബലായുടെ അരികിൽ, അതിന്റെ ജാറത്തിന്റെ അരികിൽ കഅബ പോലും എത്തുകയില്ല എന്നവരെ വളരെ കൃത്യമായിട്ട് എഴുതി. അടുത്തതായി അവർ പറയുന്നത് എന്താണ്? അറബികളുടെ രക്തം ചിന്തും. അറബികളുടെ രക്തം ചിന്തും. അത് യഹൂദികളുടെ ആവശ്യമാണ്. അതാണ് ഷിയാക്കളും ചെയ്യാൻ പോകുന്നത്. അൽ കാഫി എന്ന ഷിയാക്കളുടെ അടിസ്ഥാന കൃതി, ആ കൃതിയിൽ അതിന്റെ കർത്താവായ കുലൈനി, അഹ്ലുസുന്നക്ക് സ്വഹീഹുൽ ബുഖാരി എത്രമാത്രം പ്രധാനമാണോ, അഹ്ലുഷിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൽ കാഫി എന്ന് പറയുന്ന കൃതി അത്രയും പ്രധാനമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു അധ്യായത്തിന്റെ പേര് തന്നെ അന്നൽ അയിമ്മത അലൈഹിമുസ്സലാം ഇദാ ലഹറ അംറുഹും ഹകമു ബിഹുക്മി ആലി ദാവൂദ്. അവരുടെ കാര്യം പ്രകടമായാൽ, അഥവാ അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആലു ദാവൂദിന്റെ ഭരണമാണ് സ്ഥാപിക്കുക. വലാ യസ്അലൂനൽ ബയ്യിന. അവർ ഒരു ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ തെളിവ് ചോദിക്കും. ഒരു കുറ്റവാളിയെ പിടിച്ചാൽ ശിക്ഷിക്കും, ഇവൻ ശിക്ഷ ചെയ്തതിന് തെളിവെന്താണ് എന്ന് അവർ അന്വേഷിക്കുകയില്ല എന്ന് എഴുതി വെച്ചു. വീണ്ടും അവർ പറയുന്നു, യഖൂമുൽ ഖായിമു ബി അംറിൻ ജദീദിൻ വ കിതാബിൻ ജദീദിൻ. ഷിയാക്കളുടെ ലോകഭരണം സ്ഥാപിക്കുന്ന അൽ ഖായിം ഉണ്ടല്ലോ, മഹ്ദി മുൻതളർ, അയാൾ പുതിയ ഭരണവുമായി, പുതിയ കിതാബുമായി, വഖലാഇൻ ജദീദ്, പുതിയ നിയമങ്ങളുമായിട്ട് അദ്ദേഹം വരുമെന്ന് മജ്ലിസ് അദ്ദേഹത്തിന്റെ ബിഹാറിൽ 52-354 എഴുതി വെച്ചു. അബൂ അബ്ദില്ലയുടെ പേരിലേക്ക് ഇവർ കളവ് പറയുന്നു. അതായത് 6ാമത്തെ ഇമാമിന്റെ പേരിലേക്ക് കളവായി ചേർത്ത് ഷിയാക്കൾ ഒരുപാട് വ്യാജ ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അവരുടെ രേഖ. അദ്ദേഹം അതിൽ നിന്ന് മുക്തനാണ്, അദ്ദേഹത്തിന് ആ വാദമില്ല. അദ്ദേഹം നല്ല തഖ്വയുള്ള അഹ്ലുസുന്നയിലെ യഥാർത്ഥ പണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് ഒരുപാട് കള്ളങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതിലൊന്നാണ് ലക അന്നി അൻളുറു ഇലൈഹി ബൈന റുക്നി വൽ മഖാമി യുബായിഉ നാസ അലാ കിതാബിൻ ജദീദ്. ഞാൻ മഹ്ദിയെ കാണുന്നുണ്ട്, എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. അതായത് റുക്കുനുൽ യമാനിയുടെയും ഹജർ അസ്വദിന്റെയും അരികിൽ വന്നിരുന്ന് ആളുകളുടെ മുഴുവൻ ബൈഅത്ത് അദ്ദേഹം വാങ്ങും. വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, തുടർന്ന് ആ കഅബയെ തകർത്ത് ഹജർ അസ്വദുമായി അദ്ദേഹം യഥാർത്ഥ ഭരണകേന്ദ്രത്തിലേക്ക് കർബലായിലേക്ക് മടങ്ങുമെന്നാണ്. യഹൂദികളുടെ ആ പ്രവർത്തനങ്ങൾ ഷിയാക്കളുടെ രൂപത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ. വീണ്ടും അതേ കിതാബിൽ അൽ ഗൈബത്ത് എന്ന് പറയുന്ന നോമാനിയുടെ കിതാബിലും ബിഹാറിൽ അൻവാറിലും ഒക്കെ ഈ കാര്യമുണ്ട്. ഇനി വീണ്ടും കാണാം, ലൗ യഅലമുൻ നാസു മാ യസ്നഉൽ ഖായിമു ഇദാ ഖറജ് ലാ ഹബ്ബ അക്തറുഹും അല്ലാ യറൗഹു. എന്താണ് ഖായിം വന്നാൽ, ഒളിവ് സങ്കേതത്തിൽ നിന്ന് പുറത്തു വന്നാൽ എന്താണ് ആ ദജ്ജാൽ, ആ ഖായിം പ്രവർത്തിക്കുക എന്നത് അറബികൾക്കറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അയാളെ കാണരുതേ എന്ന് മാത്രമാണ് അറബികൾ മുഴുവൻ ചിന്തിക്കുക. കാരണം എന്താ? കണ്ടു കഴിഞ്ഞാൽ മിമ്മാ യുഖ്തലു മിനന്നാസ്, അറബികളിൽ നിന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമെന്നവർക്ക് മനസ്സിലാകും. ഹത്താ യഖൂല കസീറു മിനന്നാസ്, അറബികളിൽ വലിയൊരു വിഭാഗം വിളിച്ചു പറയും, ലൈസ ഹാദാ മിൻ ആലി മുഹമ്മദ്, ഈ വന്നത് മുഹമ്മദിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. വലൗ കാന മിൻ ആലി മുഹമ്മദിൻ ലറഹിം, മുഹമ്മദിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ് ഈ ഭരണാധികാരിയായി വന്നതെങ്കിൽ അയാൾ ഈ ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് കരുണയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് മഹ്ദി മുൻതദർ എന്ന ഖായിമെന്ന് ഷിയാക്കൾ തന്നെ അവരുടെ പ്രഗൽഭകൃതികൾ ബിഹാറിൽ അൻവാറിലും നൊമാനിയുടെ ഗൈബത്തിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്, അലി റളിയല്ലാഹു അൻഹു അറബിയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അറബിയാണ്, അറബികളാണ്, അവരുടെ മക്കൾ അറബികളാണ്. എന്നിട്ട് പോലും അറബികളെ കണക്കില്ലാതെ കൊന്നൊടുക്കുമെന്ന് അഹങ്കാരത്തോടുകൂടി പ്രസംഗിച്ച് നടക്കുകയും അത് കിതാബുകൾ എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നത്തെ ഷിയാക്കൾ. അതുകൊണ്ട് അവരും യഹൂദികളും തമ്മിലുള്ള പോരാട്ടം കണ്ട് വഞ്ചിതരായി പോകണ്ട എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ചതിയാണ്. അത് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തൊഴുത്തിൽ കുത്ത് നടത്തുന്നതായിട്ട് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മളെ ചതിക്കാൻ വേണ്ടി ഏർപ്പെട്ടതായി നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മതി. അവർ മറ്റൊരു ഖിബിലയെ തന്നെ നിശ്ചയിക്കും. അതായത് മസ്ജിദുൽ ഹറാം തകർത്തു കഴിഞ്ഞാൽ അതിനു മുമ്പായി അവർ കൂഫയിലേക്ക് അവരുടെ ഖിബില മാറ്റും. ഹജർ അസ്വദ് മക്കയിൽ നിന്ന് കൂഫയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് അവരുടെ കൃതികളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഫൈദുൽ കാശാനി അതിൽ നമുക്ക് കാണാം, യാ അഹ്ലൽ കൂഫ, ഓ കൂഫക്കാരെ, ലഖദ് ഹബാകുമുല്ലാഹു അസ്സ വജൽ ബിമാ ലം യുഹ്ബ അഹദും മിൻ
മിൻ ഫദ്ലിൻ, നിങ്ങളുടെ മുമ്പ് മറ്റാർക്കും നൽകാത്ത ചില ഫദ്ലുകൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് കൂഫാവാസികളെ. എന്താണ് ആ ഫദ്ൽ എന്നറിയാമോ? മുസല്ലാക്കും ബൈത്തു ആദം, ആദമിന്റെ ഭവനമാണ് നിങ്ങളുടെ മുസല്ല. അത് കൂഫയിലുള്ള നമ്മുടെ ഖിബലയാണ്. വബൈത്തു നൂഹിൻ വബൈത്തു ഇദ്രീസ് വമുസല്ല ഇബ്രാഹിം, യഥാർത്ഥത്തിൽ അതാണ് നൂഹിന്റെ വീട്, അതാണ് ഇദ്രീസിന്റെ വീട്, അതുതന്നെയാണ് ഇബ്രാഹിം നിസ്കരിച്ച സ്ഥലം. ഇബ്രാഹിം നബി ഇറാഖിലാണ്, ഇബ്രാഹിം നബി നിസ്കരിച്ച സ്ഥലം ഇറാഖിലാണ്, അത് മക്കയിലല്ല. അതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ ഖിബലയുടെ ഉടമസ്ഥർ നിങ്ങളാണ് കൂഫക്കാരെ. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. അപ്പോൾ കൂഫയിൽ പുതിയൊരു ഖിബല സ്ഥാപിക്കുമെന്നുള്ളത് ഈ ഷിയാക്കൾ കാത്തിരിക്കുന്ന ഒരു മഹ്ദിയുണ്ട്. ആ മഹ്ദി വരാൻ വേണ്ടിയാണ് അവർ ദുആ ചെയ്യുന്നത്. ഇമാമുകളുടെ പേര് പറയുമ്പോഴൊക്കെയും മഹ്ദിയുടെ പേര് പറയുമ്പോഴുമൊക്കെ താങ്കളുടെ വിടവ് അള്ളാഹു നികത്തട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കാറുള്ളത്. താങ്കൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയില്ല, താങ്കൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അരികിലേക്ക് വരട്ടെ എന്നാണ് ഈ മഹ്ദിയുടെ പേര് പറയുമ്പോഴൊക്കെ ഷിയാക്കൾ പ്രാർത്ഥിക്കാറുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കുക. അദ്ദേഹം ഇത്രത്തോളം പറഞ്ഞു, വലാ തദ്ഹബിൽ അയ്യാമു ഹത്താ യുൻസബൽ ഹജറുൽ അസ്വദു ഫീ. അങ്ങനെ കൂഫയിലെ പുതിയ ഖിബലയിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കപ്പെടുന്നത് വരെ ഒരിക്കലും നാളുകൾ കടന്നു പോവുകയില്ല. ലോകാവസാനത്തിന് മുമ്പ് ഇത് സംഭവിക്കും. ഇത് അൽ ഖായിം വന്നാൽ, മഹ്ദി മുൻതളർ വന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ദജ്ജാലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ദജ്ജാലിന്റെ അപരനാമമാണ് ഖായിം എന്ന് പറയേണ്ടി വരും. അത് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാവും. ഇസ്രായേൽ സ്ഥാപനമാണ് ഷിയാക്കളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഹൂദികളും ഷിയാക്കളും തമ്മിൽ തൊഴുത്തിൽ കുത്തുന്നത് കണ്ട് നിങ്ങൾ വഞ്ചിതരായി പോകണ്ട. ഇനി യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയിൽ ഒരു മഹ്ദിയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന മഹ്ദിയെ കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു. അത് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. മുഹമ്മദ് എന്ന് പേരുള്ള, പിതാവിന് അബ്ദുള്ള എന്ന് പേരുള്ള മുഹമ്മദ് ബിൻ അബ്ദില്ല മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ ഏകോപിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി കടന്നുവരും എന്ന കാര്യം അഹ്ലുസുന്ന അടിയുറച്ച് വിശ്വസിക്കുന്നു. സ്വഹീഹായ ഹദീസുകളിലൂടെ, മുതവാത്തിറായ ഹദീസുകളിലൂടെ തന്നെ ആ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഷിയാക്കളുടെ മഹ്ദി വ്യാജ മഹ്ദിയാണ്. ഷിയാക്കളുടെ മഹ്ദി അന്തിക്രിസ്തുവാണ്. ഷിയാക്കളുടെ മഹ്ദി ദജ്ജാലാണ്. അപ്പൊ ദജ്ജാലിനെ കാത്തിരിക്കുന്ന ഷിയാക്കളോട് ഏത് അടുപ്പമാണ്? അഹ്ലുസുന്നയെ മുഴുവൻ കൊന്നുകളയണമെന്ന് ചിന്തിക്കുന്ന, അതാണ് ഇബാദത്ത് എന്ന് കരുതുന്ന ഷിയാക്കൾക്ക് ആ ഷിയാക്കളോട് ഏത് തരത്തിലുള്ള ഒരു അടുപ്പമാണ് അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുക. ഇവരുടെ ഈ കുൽസിതമായ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്തു. ഒരുപാട് വിഷയത്തിൽ യഹൂദികളും ഷിയാക്കളും ഒരുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദിയായ ശൗൽ അഥവാ സെന്റ് പോൾ എന്ന് പറയുന്ന പൗലോസ്, അയാൾ എങ്ങനെയാണോ ക്രിസ്തു മതം ഉണ്ടാക്കിയത്, ഖബർ പൂജയെ ആധാരമാക്കിയിട്ടുള്ള ഒരു മതം ഉണ്ടാക്കിയത്, മുസ്ലിങ്ങളെ എങ്ങനെയാണോ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തിപ്പിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് അബ്ദുല്ലാഹിബിൻ സബ എന്ന യഹൂദി ഇസ്ലാമിന്റെ കുപ്പായമിട്ടുകൊണ്ട് അയാൾ ഷിയായിസം ഉണ്ടാക്കി. ഇസ്ലാമിന് വിരുദ്ധമായ യഹൂദികളുടെ വിശ്വാസങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ജാറങ്ങൾ വന്നത്, ഉറുക്കും നൂലും വന്നത്, ചാവടിയന്ത്രങ്ങൾ വന്നത്, ജന്മദിനാഘോഷങ്ങൾ വന്നത്, കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും വന്നത്. ഇങ്ങനെയുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളും ബിദ്അത്തുകളുമൊക്കെ ഇസ്ലാമിലേക്ക് പ്രധാനമായും കടന്നു വന്നത് ഈ ഷിയാക്കളിലൂടെയാണ്. അത് നമ്മുടെ നാട്ടിൽ ഷിയാക്കളല്ലാത്ത സുന്നികളാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകൾ പോലും അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അടിസ്ഥാനപരമായ ജിഹാദിന് ദജ്ജാൽ വരണം. ദജ്ജാൽ വരുന്നത് വരെ താൽക്കാലിക പോരാട്ടങ്ങളേ ഉള്ളൂ. തങ്ങളുടെ ആദർശമോ രാഷ്ട്രമോ യഥാർത്ഥത്തിൽ സ്ഥാപിക്കാനുള്ള പോരാട്ടങ്ങൾ യഹൂദികൾ നടത്താൻ അവർ അന്തിക്രിസ്തുവിനെ അഥവാ ഈ ദജ്ജാലിനെ കാത്തിരിക്കുകയാണ്. മസീഹു ദജ്ജാലിനെ അവരെന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷിയാക്കൾ അറബികളെയും മുസ്ലിങ്ങളെയും അഹ്ലുസുന്നയെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ മഹ്ദി മുൻതളർ എന്ന് പറയുന്ന അൽ ഖായിമിനെ, ശരിക്കും പറഞ്ഞാൽ ദജ്ജാലിനെ അവരും കാത്തിരിക്കുന്നു. അപ്പോൾ ദജ്ജാൽ വരാതെ യഥാർത്ഥ ജിഹാദ് ഇല്ല എന്നാണ് യഹൂദികളുടെ വിശ്വാസം. ദജ്ജാൽ വരുമ്പോഴാണ് ഓരോ യഹൂദിയും നിർബന്ധമായി ആയുധമെടുത്ത് പോരാടൽ അവന് ബാധ്യതയായിത്തീരുന്നത്. അതേപോലെ തന്നെ മഹ്ദി മുൻതളർ വരുമ്പോൾ മാത്രമേ നമുക്ക് ജിഹാദുള്ളൂ. അടിസ്ഥാനപരമായ ജിഹാദ് അതിനു മുമ്പില്ല. ഓരോ ഷിയയും ആയുധമെടുത്ത് പോരാടേണ്ടത് മഹ്ദി മുൻതളർ വന്നാലാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. യഹൂദികൾ അവരുടെ സന്ധ്യാനിസ്കാരം വൈകിയാണ് നിസ്കരിക്കും. നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ ഉടനെ മഗ്രിബ് നിസ്കരിക്കും. ആ സമയത്ത്
നേരത്തെ ഇസ്രായേലികൾക്ക് നിസ്കാരമുണ്ടായിരുന്നു. എന്നാൽ യഹൂദികൾ ആ നിസ്കാരത്തെ നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് വരെ കാത്തിരിക്കും. നക്ഷത്രങ്ങൾ ഉദിച്ചതിന് ശേഷം മാത്രം അവരുടെ നിസ്കാരം. അവർ നിസ്കാരത്തെ മഗ്‌രിബ് നിസ്കാരത്തെ വളരെ പിന്തിച്ചിട്ടാണ് നിർവഹിക്കുക. അതേപോലെ തന്നെ ഷിയാക്കളും അവരുടെ മഗ്‌രിബ് നിസ്കാരത്തെ വളരെ പിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട്, ലാ തസാലു ഉമ്മത്തി അലൽ ഫിത്ര, എന്റെ ഉമ്മത്തി യഥാർത്ഥ പ്രകൃതത്തിലായിരിക്കും മാലം യുഅഖിറുൽ മഗ്‌രിബ, മഗ്‌രിബ് വൈകിക്കാത്ത കാലത്തോളം. അതുകൊണ്ടാണ് മഗ്‌രിബ് നമ്മൾ വേഗം നിസ്കരിക്കുന്നത്. സൂര്യൻ നക്ഷത്രങ്ങൾ വെളിപ്പെടുന്നത് വരെ മഗ്‌രിബ് നിസ്കാരം വൈകിക്കുന്നത് ശരിയല്ല. മഗ്‌രിബ് വൈകിക്കാത്ത കാലത്തോളം നിങ്ങൾ തബിയത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഹൂദികളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഷിയാക്കൾ നിരന്തരമായി നമ്മൾ ഇശാ നിസ്കരിക്കാൻ നേരത്തെ അവർ മഗ്‌രിബ് നിസ്കരിക്കാൻ പോവാ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അവർ തൗറാത്തിൽ കരവിരുതുകൾ കൊണ്ടുവന്നു, തൗറാത്തിനെ മാറ്റം വരുത്തി. ഷിയാക്കളാകട്ടെ ഖുർആനിൽ മാറ്റം വരുത്തി എന്ന് ആരോപിക്കുന്നു. പുതിയ ഒരുപാട് ആയത്തുകൾ ഖുർആൻ ഉണ്ടാക്കി ആയത്തുകളും അധ്യായങ്ങളും ഒക്കെ അവർ ചേർത്തു. പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, സൗകര്യമുള്ളപ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥ ഖുർആനിൽ 6000 അല്ല 11,000 ആയത്തുകൾ കൂടി ചേർന്ന് 17,000 ചില്ലുവാനം ആയത്തുകൾ, 6,000 ചില്ലുവാനം ആയത്തുകളല്ല, 17,000 ചില്ലുവാനം ആയത്തുകളുണ്ട്. ഇവിടെയുള്ള ഖുർആൻ മുഹറഫാണ്, അത് തിരുത്തപ്പെട്ട ഖുർആനാണ്, യഥാർത്ഥ ഖുർആൻ അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഏതുപോലെ തൗറാത്ത് യഥാർത്ഥ തൗറാത്ത് അല്ല എന്ന് വിശ്വസിക്കുന്ന യഹൂദികളെ പോലെ തൗറാത്തിൽ അവർ കൃത്രിമങ്ങൾ വരുത്തി എന്നതുപോലെ ഇവരെന്ത് ചെയ്തു? ഇവർ ഖുർആനിൽ കൃത്രിമങ്ങൾ വരുത്തി. ഖുർആൻ പുതിയ ആയത്തുകളും പുതിയ സൂറത്തുകളും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ എടുത്തു കാണിച്ചിട്ടുമുണ്ട്. ഇവിടെ നമുക്കത് ചർച്ചാ വിഷയമല്ല എന്ന് മാത്രം. അതേപോലെ യഹൂദികൾ ജിബ്രീലിനെ ശത്രുവായി കണ്ടു, വഹി മാറിക്കൊടുത്തു എന്നതിന്റെ പേരിൽ എന്ന് വാദിച്ചുകൊണ്ട്. അതേപോലെ അവർ ജിബ്രീലിനെ ശത്രുവായി കണ്ടു, അലി റളിയല്ലാഹു അൻഹു കൊടുക്കേണ്ട വഹി അത് മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ ഷിയാക്കൾ. ഇങ്ങനെ ഷിയാക്കളും യഹൂദികളും തമ്മിലുള്ള സാമ്യതകളല്ലാതെ വിശ്വാസത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ബിദ്അത്തുകളിലും കുഫറിലും എല്ലായിടത്തും ഷിയാക്കളും യഹൂദികളും തമ്മിൽ സാമ്യതയല്ലാതെ മറ്റൊന്നും കാണാനില്ല. അതുകൊണ്ട് ബാഹ്യമായ ഏതൊരു കാര്യം കൊണ്ടും ഷിയാക്കളോട് സ്നേഹമുണ്ടാവുക, അടുപ്പമുണ്ടാവുക എന്നത് അഹ്ലുസുന്നക്ക് യോജിച്ചതല്ല. നമ്മുടെ നാട്ടിൽ ഖുമൈനി സെന്ററുകൾ പൊങ്ങി വന്നിട്ടുണ്ട്, ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷിയാ മസ്ജിദുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഷിയാക്കളുടെ ഈ തനി രൂപം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ വിചാരിച്ചു നിങ്ങളെന്താ ഷിയാക്കൾ കാഫറാണെന്ന് പറയുന്നത്, അവരുമായിട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നത്, അതേപോലെ അവരോട് അടുപ്പം പാടില്ല എന്ന് പറയുന്നത്, അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഷിയാക്കൾക്ക് അഹ്ലുസുന്നയെ കുറിച്ചുള്ള വിശ്വാസം എന്താണെന്ന് പഠിക്കണ്ടേ? ഷിയാക്കൾ അഹ്ലുസുന്നയെ കുറിച്ച് പഠിക്കുന്നത് അവർ കാഫറുകളാണ്. വഹാബികൾ കാഫറുകളും മുർത്തദ്ദുകളുമാണ്. സ്വർഗത്തിലേക്ക് പോകേണ്ടവരെയൊക്കെ അള്ളാഹു സ്വർഗത്തിലെ മണ്ണുകൊണ്ട് പടച്ചു. അറബികളെ അള്ളാഹു നരകത്തിലെ മണ്ണുകൊണ്ടാണ് പടച്ചത്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ആളുകൾ മുഴുവൻ നരകത്തിലേക്കാണ്. നേരത്തെ സ്വർഗത്തിലെ മണ്ണുകൾ കൊണ്ട് അത് ത്വയ്നെത്തുന്നൊരു വിശ്വാസം തന്നെ അവർക്കുണ്ട്. യഹൂദികളും അങ്ങനെയാണ്. ഇസ്രായേലികൾ മാത്രമേ സ്വർഗത്തിൽ പോകുന്ന ഒരു വിശ്വാസം. ഷിയാക്കളെ വിശ്വാസം സ്വർഗത്തിലെ മണ്ണ് കൊണ്ട് പടച്ചവരാണ് അഹ്ലു ബൈത്തിന്റെ ബാക്കിയെല്ലാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും, അഹ്ലുസുന്നയിൽ ഒരാളും സ്വർഗത്തിൽ പോകുമെന്നവർക്ക് വിശ്വാസമില്ല, നമ്മൾ കാഫറാണെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അബൂ അബ്ദുല്ല ജാഫർ സാദിഖിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇവർ ഒരുപാട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ അവർ പറയുന്ന ഇമാം ബറഖി, ഷിയാക്കളുടെ നേതാവ് ഇമാമായിട്ടുള്ള ബറഖി, അദ്ദേഹത്തിന് അൽ മഹാസിൻ എന്ന കൃതിയുടെ 147-ാമത്തെ പേജിൽ പറഞ്ഞു, മാ അഹദുൻ അലാ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ നഹ്നു വശിഅത്തുന വസായിറുൻ നാസി മിൻഹാ ബറ. ഇബ്രാഹിമി മില്ലത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളല്ലാത്ത മറ്റെല്ലാ മുസ്ലിങ്ങളും ഷിയാക്കളല്ലാത്ത എല്ലാവരും ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് ഒഴിവാണ്, അവർ നരകത്തിലേക്കുള്ളവരാണ്. അലി ബിൻ ഹുസൈനിലേക്ക് ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു, ലൈസ അലാ ഫിത്രത്തിൽ ഇസ്ലാമി ഗൈറുന, നമ്മുടെ അഹ്ലു ബൈത്തിൻ്റെതല്ലാത്ത ഒരു ഫിത്ര അത് ഇസ്ലാമിനില്ല. വഗൈറു ഷിയത്തിന, നമ്മുടെ ഫിത്രത്തല്ലാത്ത പ്രകൃതമല്ലാത്ത മറ്റൊരു പ്രകൃതം അത് ഇസ്ലാമിന്റെ പ്രകൃതമല്ല. മറ്റാരും നമ്മളല്ലാത്ത ആരും ഇസ്ലാമിക പ്രകൃതത്തിലല്ല. വസായിറുൻ നാസി മിൻ ദാലിക ബറ, ഇസ്ലാമിന്റെ തബീയത്തിൽ നിന്ന് മറ്റെല്ലാവരും പുറത്തുനിന്ന്. അഹ്ലുസുന്നയും വഹാബികളും ഒക്കെ പുറത്താണ് എന്ന്, അഹ്ലുസുന്ന പുറത്താണ് എന്ന് ഇവർ എഴുതി വെച്ചു. കാഫി അദ്ദേഹത്തിന്റെ കുലൈനി അദ്ദേഹത്തിന്റെ കാഫിയിൽ ഈ വിഷയം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഷിയാക്കളുടെ അരികിൽ പ്രസിദ്ധമായ തഫ്സീറാണ് തഫ്സീറുൽ അയ്യാശി. അതിൽ ഹംറാനിൽ നിന്നൊരു നിവേദനം അബൂ അബ്ദുല്ലയിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ, അദ്ദേഹം അതിൽ നിന്ന് മുക്തനാണ്, അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് കളവായ ആരോപണം അവർ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, പിന്നെ ലാ തഅകുൽ ദബീഹതഹു ഹത്താ തസ്മഉഹു യദ്കുറു ഇസ്മല്ലാ, നിങ്ങൾ ഒരിക്കലും ഒരു നാസിബി എന്ന് പറഞ്ഞ ശത്രു, ഒരു അഹ്ലുസുന്നയിൽപ്പെട്ട ഒരുത്തൻ ബലിയറുത്താൽ നിങ്ങളത് കഴിക്കാൻ പാടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അയാൾ
ബിസ്മി ചൊല്ലി അറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതല്ലാത്ത പക്ഷം മറ്റൊരാൾ അറുത്തത് നിങ്ങൾ കഴിക്കരുത്. അപ്പോൾ സലഫികൾ അറക്കുന്നത്, അഹ്ലുസുന്നയിൽപ്പെട്ടവർ അറക്കുന്നത് കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അവരുടെ ഈ വിശ്വാസം. അവരറുത്ത് നമ്മൾ കഴിക്കാത്തതുകൊണ്ടാണ് ശിർക്കിന്റെ വക്താക്കൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നതും കഴിക്കാൻ നമുക്ക് അനുവാദമില്ല, ഖുർആൻ കൊണ്ട് വിലക്കപ്പെട്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഫുളൈൽ ഇബ്നു യസാറിലേക്ക് ചേർത്തുകൊണ്ട് അവർ പറഞ്ഞു, അതും അബു അബ്ദില്ല ജാഫർ സാദിഖ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് കള്ളം പറഞ്ഞു, അത് നമുക്കൊരു നാസിബിനെ, നമ്മുടെ എതിരാളിയെ, അതായത് അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞില്ല, വല്ലാഹി മാ യഹിൽ, അള്ളാഹു ആണെ പറ്റില്ല, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാളെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ലാ തുനാകിഹും, അവരെ കല്യാണം കഴിക്കരുത്. വലാ തഅകുൽ ദബീഹതഹും, അവരറുത്തത് കഴിക്കരുത്. വലാ തസ്കുൻ മഅഹും, അവർ താമസിക്കുന്ന റൂമുകളിൽ താമസിക്കരുത്. ഏതെങ്കിലും നിലക്ക് അഹ്ലുസുന്നയിൽപ്പെട്ട ആളെ എന്തെങ്കിലും ഒരു ഷിയാക്കൾ വീട്ടിൽ വന്നാൽ അവര് ശുദ്ധികലശം നടത്തും, അവിടുത്തെ പായ വരെ കത്തിച്ച് കളയും, കഴുകി വൃത്തിയാക്കും. അനുഭവങ്ങൾ ഷിയാക്കൾ തന്നെ രേഖപ്പെടുത്തി നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഖുമൈനി തന്നെ കൃത്യമായി അയാളുടെ തഹരീറുൽ വസീല എന്ന കൃതിയിൽ ഖുമൈനി എന്ന് പറയുന്ന ആയത്തു ശൈത്താൻ അയാൾ പറഞ്ഞു, ലാ യജൂസു ലിൽ മുഅ്മിനതി അൻ തൻകിഹൻ നാസിബ, ഒരു ഷിയാ വിശ്വാസിയായ ഒരു പെണ്ണിന് സുന്നിയായ ഒരാളെ കല്യാണം കഴിക്കാൻ പാടുള്ളതല്ല. അൽ മുഅ്ലിന ബി അദാബത്തി അഹ്ൽ ബൈത്ത്, അവർ അഹ്ലു ബൈത്തിനോട് ശത്രുത പരസ്യമാക്കിയിട്ടുള്ളവരാണ് എന്ന കള്ളവും പറഞ്ഞു. അതുകൊണ്ട് അവരുമായി വിവാഹബന്ധം പാടില്ലെന്നും അവർ അറുത്തത് കഴിക്കാൻ പാടില്ലെന്നും ഖുമൈനി അടക്കമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളിന് തിരിച്ചെന്ത്, അവരെന്തിന് കാഫറാക്കുന്നു, അവരെ നിങ്ങൾ എന്തിന് തള്ളിപ്പറയുന്നു, അവരുമായി അടുക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. അതിനേക്കാൾ രൂക്ഷമായ നിലപാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വളരെ ഗൗരവമാണ്. മുത്തഅ വിവാഹത്വം അവരുടെ ലൈംഗിക അരാജകത്വവും കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചു. എത്രത്തോളം എന്നാൽ ഇന്ന് ഉമ്മയുമായി മുത്തഅയിൽ ഏർപ്പെട്ടവൻ നാളെ അതേ ഉമ്മയുടെ മകളുമായി മുത്തഅയിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ ഒരിക്കലും കുറവല്ല. പലപ്പോഴും അറിയില്ല സ്വന്തം മക്കളുമായിട്ടാണോ മുത്തയിൽ ഏർപ്പെടുന്നതെന്ന് അറിയില്ല. കാരണം ഇവൻ പണ്ട് മുത്തക നടത്തി ഏതെങ്കിലും ഒരു പെണ്ണ് പിഴച്ചു വെച്ചിട്ട് ആ പെൺകുട്ടിയെ തന്നെ ഇവൻ പിന്നീട് പിൽക്കാലത്ത് മുത്തക നടത്തുമോ? ഇന്ന് ബഹ്റൈൻ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ മുത്തക വിവാഹം വളരെ പ്രചാരത്തിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബഹ്റൈനിലൊക്കെ ഉള്ള എത്രയോ സഹോദരൻ ഇവിടെ ഉണ്ടല്ലോ. വളരെ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഷിയയുടെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു അടുത്ത സുഹൃത്ത് എനിക്കുണ്ട് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ. അദ്ദേഹം എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബ കേട്ടതിന് ശേഷം പറഞ്ഞു, എനിക്കൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായി ഒരു അടിയുണ്ടാക്കി. എന്തിന്റെ കാര്യത്തിൽ? അവൻ മുത്തുക ചെയ്യാൻ ഒരു പെണ്ണിനെ നിശ്ചയിച്ച് അങ്ങോട്ട് പോകാനിരിക്കുകയാണ്. അഭിമാനത്തോടു കൂടിയാണ് ഒരു മുത്തുകയുടെ കാര്യം പറയുക. പക്ഷെ ആ പെണ്ണ് നിലവിൽ ഇവനുമായി മുത്തുകയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. ഞാനുമായി മുത്തകക്ക് കരാർ എഴുതിയ ഒരു പെണ്ണുമായിട്ടാണ് രണ്ടാമത്തെ ഒരാൾ മുത്തകക്ക് പോകുന്നത് എന്ന് അവരുടെ പരസ്പര സംഭാഷണത്തിൽ അറിഞ്ഞപ്പോൾ ആ പെണ്ണിന് വേണ്ടി രണ്ടാളും ബഹളമുണ്ടാക്കിയ അനുഭവം എന്റെ സുഹൃത്ത് പറയുകയുണ്ടായി. വളരെ ലൈംഗിക അരാജകത്വം, വിശ്വാസപരമായ പ്രാകൃത ഭാവം, ഇതൊക്കെയാണ് ഷിയാക്കളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുന്നത്, അവരെ കാഫറുകളാക്കി മാറ്റുന്നത്. അഹ്ലുസുന്ന അള്ളാഹു വെറുക്കുന്ന എല്ലാ കാര്യങ്ങളോടും വെറുപ്പ് പുലർത്താൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു വെറുക്കുന്നതിന് അഹ്ലുസുന്നയിൽപ്പെട്ടവർ വെറുക്കണം. അള്ളാഹു കാഫറാക്കിയതിനെ അഹ്ലുസുന്നയിൽപ്പെട്ടവർ കാഫറാക്കണം. അള്ളാഹു അകറ്റിയതിനെ അഹ്ലുസുന്നയിൽപ്പെട്ടവർ അകറ്റണം എന്നുള്ളതിലപ്പുറത്ത് മറ്റൊരു ഭൗതികമായ ലക്ഷ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വിശ്വാസം കലർപ്പില്ലാതെ പവിത്രമായി കാത്തുസൂക്ഷിക്കാൻ നന്നായി പഠിക്കണം, തെളിവുകൾ മനസ്സിലാക്കണം. ദീൻ നന്നായി പഠിച്ച് ശരിയായ കലർപ്പില്ലാത്ത വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിവുകേട് കൊണ്ടും അപക്വത കൊണ്ടും വന്നുപോകുന്ന എല്ലാ പോരായ്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരങ്ങൾ, തൗഹീദിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ പേർ ആശുപത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.